അപ്പോൾ നിങ്ങൾ വീഡിയോ ഓവർലാപ്പിംഗ് മെത്തേഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയുടെ പുറകിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഒരാൾക്കും ക്യാമറയെ അറ്റാക്ക് ചെയ്യാനോ അത് ഒടിച്ചു കളയാനോ തിരിച്ചു കളയാനോ ഒന്നും സാധിക്കുന്നതല്ല. അപ്പോൾ ഇവിടെ ഞാനത് വളരെയധികം ശ്രദ്ധ കൊടുത്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നെക്സ സിസ്റ്റത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഒരു CCTV ക്യാമറ എങ്ങനെയാണ് സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോണത് ഒരു CCTV ക്യാമറയുടെ സൊല്യൂഷനാണ്. അതായത് ഞങ്ങൾ പാലായിൽ ഒരു വീട്ടിൽ ക്യാമറ ഇൻസ്റ്റലേഷൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് മൊത്തം കംപ്ലീറ്റ് ആയിട്ടില്ല. ക്യാമറ ഞങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്തു, അത് കോൺഫിഗറേഷൻ എല്ലാം ചെയ്തു. ഇനി അവർക്കൊരു കബോർഡും കാര്യങ്ങളൊക്കെ അടിക്കാനുണ്ട്. അപ്പോൾ ആ കബോർഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇനിയിപ്പോൾ NVR ഒക്കെ എടുത്ത് വെച്ച് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ ഈ ക്യാമറ സിസ്റ്റം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 5 കാര്യങ്ങൾ പ്രത്യേകം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നെക്സ സിസ്റ്റത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ ഒരു വീടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ബസ്സൊക്കെ പോകുന്ന അത്യാവശ്യം വലിയൊരു റോഡ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസിലാണ് ഈ ഒരു വീടിരിക്കുന്നത്. വീടിൻ്റെ മുറ്റത്തായിട്ട് വലിയ മരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിന് വലിയ തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീട്ടിൽ വയ്ക്കുന്ന ക്യാമറ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീടിൻ്റെ കോമ്പൗണ്ട് മുഴുവൻ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എവിടെയൊക്കെയാണ് കവർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് വീടിൻ്റെ എൻട്രൻസ് കവർ ചെയ്യണം, വീടിൻ്റെ ബാക്ക് ഡോർ കവർ ചെയ്യണം, അതുപോലെ തന്നെ ടെറസ് കവർ ചെയ്യണം, എല്ലാ ഏരിയയും സൈഡെല്ലാം കവർ ചെയ്യണം. ഞങ്ങൾ അതിനുവേണ്ടി സെലക്ട് ചെയ്തത് 11 IP ക്യാമറകളാണ്. അപ്പോൾ നമ്മളൊരു ക്യാമറ സിസ്റ്റം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വീടിൻ്റെ പെരിമീറ്റർ പ്രൊട്ടക്ഷനോടെ നോക്കണം. അതായത് പെരിമീറ്റർ എന്താണ്? വീടിൻ്റെ കോമ്പൗണ്ട് വാളാണ്. അപ്പോൾ ഈ ഒരു പെരിമീറ്റർ ക്രോസ് ചെയ്ത ശേഷമാണ് ആളുകൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഏത് ഇൻട്രൂഡർ ആണെങ്കിലും ഈ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമുക്ക് പെരിമീറ്റർ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മളെ സംബന്ധിച്ച് വളരെ എളുപ്പമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ വീടിൻ്റെ മുറ്റത്തായിട്ട് വലിയ മരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പെരിമീറ്റർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ക്യാമറ പെരിമീറ്ററിലേക്ക് സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെരിമീറ്റർ, അതായത് ആ കോമ്പൗണ്ടിൻ്റെ വോൾ നമുക്ക് കവർ ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ വളരെ നല്ലൊരു ഫ്രീഡം നമുക്ക് കിട്ടിയതുകൊണ്ട് തന്നെ നമ്മളിവിടെ സെലക്ട് ചെയ്തേക്കുന്ന ക്യാമറകൾ എന്ന് പറഞ്ഞാൽ 6 മെഗാപിക്സൽ ഹൈ റെസൊല്യൂഷൻ IP ക്യാമറയാണ് ഇക്യൂഷൻ്റെ. അതുകൂടാതെ തന്നെ അക്യൂസെൻസ് മോഡലും കൂടെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് വിത്ത് ഓഡിയോ. അതായത് വാഹനങ്ങളെയും മനുഷ്യനെയും തിരിച്ചറിയാൻ കഴിയുന്ന ക്യാമറയാണ്. അത് മാത്രമല്ല ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ ഡസ്റ്റ് പ്രൂഫും ആണ്. അപ്പോൾ ഈ ഒരു ക്യാമറ സെലക്ഷനിൽ നമുക്ക് മറ്റ് ലെൻസുകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് ടൈപ്പ് ക്യാമറകളിലേക്കോ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം വീട്ടിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ബൗണ്ടറിയിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നമുക്ക് കവർ ചെയ്യേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ക്യാമറകളും ഒരേപോലെയുള്ളത് ഇവിടെ ചൂസ് ചെയ്യാൻ കാരണം. പക്ഷേ എല്ലാ സൈറ്റിലും ഇതേപോലെ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ ഓവർലാപ്പിംഗ് മെത്തേഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയുടെ പുറകിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഒരാൾക്കും ക്യാമറയെ അറ്റാക്ക് ചെയ്യാനോ അത് ഒടിച്ചു കളയാനോ തിരിച്ചു കളയാനോ ഒന്നും സാധിക്കുന്നതല്ല. അപ്പോൾ ഇവിടെ ഞാനത് വളരെയധികം ശ്രദ്ധ കൊടുത്തിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇനി 4ാമത്തെ നമ്മുടെ പോയിന്റ് എന്ന് വെച്ചാൽ കേബിളിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീട് പണിതുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നമ്മൾ കേബിളിംഗ് ചെയ്തു പോയതുകൊണ്ട് തന്നെ നമുക്ക് കൺസീൽഡ് ആയിട്ട് തന്നെ കേബിളിംഗ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കേബിളുകളെല്ലാം ഒരൊറ്റ സിംഗിൾ പോയിന്റിലേക്കാണ് നമ്മൾ വലിച്ചത്. ഇപ്പോൾ നിങ്ങളുടെ സ്കൂള് കോളേജ് പോലെയുള്ള എന്തെങ്കിലും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേബിളിംഗ് ഒക്കെ വേണമെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ POI സ്വിച്ചസ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മളങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് യാതൊരു ബെനിഫിറ്റും കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊരു വീടാണ്. അതുകൊണ്ട് ഒരൊറ്റ സിംഗിൾ പോയിന്റിലേക്ക് നമ്മൾ കേബിൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെൻട്രലൈസ്ഡ് പവർ മാനേജ്മെന്റ് ഉണ്ട്, നമുക്കൊരു UPS അല്ലെങ്കിൽ ഇൻവേർട്ടർ സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഒറ്റ പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് പവർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു പോയിന്റിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഒരു കബോർഡ് വരാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് തന്നെയാണ് ഇവിടെ എല്ലാ വയറുകളും വന്നിരിക്കുന്നത്. ഇന്റർനെറ്റിന്റെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന സിസ്റ്റം എൻറ്റയർലി ഒരു കബോർഡിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റി വെക്കുന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ ഈ ഒരു സെറ്റപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു വീട്ടിൽ ഞങ്ങൾ തന്നെയാണ് വൈഫൈ സെറ്റപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അറ്റ് എ ടൈം നമുക്ക് 3 ഇൻ്റർനെറ്റ് വരെ ഒരേ സമയം കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള NLB സിസ്റ്റം നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ക്യാമറകൾ പുറത്തുനിന്ന് ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. കാരണം അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ 3 ഇൻ്റർനെറ്റും ഒരേ സമയം ഡൗൺ ആവണം. നമുക്ക് ഈ 3 ഇൻ്റർനെറ്റിൻ്റെയും സ്പീഡ് അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരൊറ്റ വൈഫൈ നെറ്റ്വർക്ക് വഴി നമുക്ക് ആക്സസ് ചെയ്യുന്ന രീതിയിലുള്ള NLB സിസ്റ്റമാണ് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കേബിളിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ടുള്ള പാത്തിലേക്ക് റൂട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ വളരെ നല്ല പ്ലാനിങ്ങോട് കൂടി തന്നെ ഒരു ഇൻസ്റ്റലേഷൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വരാൻ പോകുന്ന ഉപകരണങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ വലിച്ചിടുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് പുറത്തുകൂടെ കേസിംഗ് ഗ്യാപ്പോ വൈപ്പോ ഒന്നും അടിച്ച് വീട് വൃത്തികേടാക്കേണ്ട യാതൊരു ആവശ്യം വരില്ല. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സ്റ്റോറേജ് മെത്തേഡ് യൂസ് ചെയ്യുന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് സ്റ്റോറേജ് മെത്തേഡുകളുണ്ട്. നമുക്കറിയാം, നമുക്ക് NVR ഉപയോഗിച്ചിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യിക്കാം, NAS സെർവർ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യിക്കാം, ക്ലൗഡിൽ റെക്കോർഡ് ചെയ്യിക്കാം, FTP സെർവർ സെറ്റിംഗ്സ് ഉപയോഗിക്കാം, മെമ്മറി കാർഡുകൾ ഉപയോഗിക്കാം, അങ്ങനെ പല പല മെത്തേഡുകളുണ്ട്. ഇവിടെ നമുക്ക് എല്ലാ മെത്തേഡുകളും യൂസ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. കാരണം നമ്മുടെ ക്യാമറയിൽ മെമ്മറി കാർഡ് നമുക്ക് ഇടാൻ കഴിയും. ക്ലൗഡ് റെക്കോർഡിംഗ് ഫീച്ചർ ആയിട്ടുള്ള നമ്മുടെ FTP സെർവർ സെറ്റിംഗ്സ് നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാൻ പറ്റും. ഇനി അദ്ദേഹത്തിന് വിദേശത്തിരുന്നുകൊണ്ട് തന്നെ അവിടെയുള്ള NVRലേക്ക് റെക്കോർഡ് ചെയ്യുന്ന രീതിയിലോ അവിടെ ഇരിക്കുന്ന NAS സെർവറിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് ഇവിടെ ഇൻസ്റ്റലേഷൻ പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ്. കാരണം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന NVR എന്ന് പറയുന്നത് K2 സീരീസ് NVR ആണ്. അത് മാത്രമല്ല, K2 സീരീസ് NVR ഞാൻ സെലക്ട് ചെയ്യാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, പനോരമിക് വ്യൂവും അതുപോലെ തന്നെ ടാൻഡം വ്യൂ എന്ന് പറഞ്ഞ 2 ക്യാമറകൾ ഇപ്പോൾ ഇക്വേഷൻ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ക്യാമറകളും സപ്പോർട്ട് ചെയ്യുന്നത് K2 സീരീസ് NVR മുതൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് K2 സീരീസ് എന്ന് പറഞ്ഞ ആ ഒരു NVR തന്നെ നമ്മൾ സെലക്ട് ചെയ്തത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് 16 ചാനൽ NVR ആണ് സെലക്ട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ 11 ക്യാമറയേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ അഡീഷണൽ 5 ക്യാമറയോട് ചെയ്യാൻ കഴിയും. ഇപ്പം നമ്മൾ ഒരു ഹാർഡ് ഡിസ്ക് മാത്രമാണ് NVRൽ ഇടുന്നതെങ്കിലും ഫ്യൂച്ചറിൽ നമുക്ക് ഇനി പുതിയ ക്യാമറകളൊക്കെ ആഡ് ചെയ്യേണ്ട വന്നാൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് റെക്കോർഡിങ്ങിന്റെ ദിവസം കുറച്ചുകൂടെ കൂട്ടേണ്ടി വന്നാലൊക്കെ നമുക്ക് ഒരു ഹാർഡ് ഡിസ്കോട് ഇതിൽ ഇടാവുന്ന ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ CCTV ക്യാമറകളുടെ ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കേണ്ട ഒരു ഇലക്ട്രോണിക് സെക്യൂരിറ്റി സിസ്റ്റം ഉപകരണമാണ്. അല്ലാതെ കുറച്ച് ക്യാമറകൾ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ വീടിൻ്റെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നല്ലൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടില്ല. നമ്മൾ ക്യാമറ വെച്ചെന്ന് പേരാകും, പക്ഷെ നല്ലൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ പ്രൊഫഷണലായിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ടീമിനെ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ ഞങ്ങൾ കേരളം മുഴുവൻ ഞങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ഇടുക മാത്രം ചെയ്യുക, വിളിക്കണം നിർബന്ധമില്ല. നിങ്ങൾ നമ്മുടെ ഈ ചാനലിലോട്ടൊന്ന് നോക്കിക്കേ, എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണെന്ന് പറയാം നമ്മുടെ ചാനലിലേക്ക് കിടക്കുന്നത്. ഒരു ക്യാമറ സിസ്റ്റം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ HD ക്യാമറയാണോ IP ക്യാമറയാണോ നല്ലത്, എന്ത് വേണ്ട, ക്യാമറയെ പറ്റി ഞാൻ ഏകദേശം ഒരു 200-ന് മേളിൽ വീഡിയോസ് ഇതുവരെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്യാമറ സിസ്റ്റം ഇൻസ്റ്റലേഷൻ ചെയ്യുന്നവരാണെങ്കിലും ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നവരാണെങ്കിലും എല്ലാം കണ്ടിരിക്കേണ്ട കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.